കൈരേഖ നോക്കണോ? കൈരേഖ നോക്കണോ? രേഖ നോക്കണോ? കൈരേഖ നോക്കണോ? നോക്കണോ? കൈരേഖ നോക്കണോ? കൈരേഖ നോക്കണോ? കൈരേഖ നോക്കണോ? ശ്യാമളെ, കൈരേഖ നോക്കണ? ശ്യാമളയോ? ഞാൻ ശ്യാമളയല്ല, സന്യാസിയാണ്. പെണ്ണുമ്പിള്ളേ, എനക്ക് തിരക്കുണ്ട്, കൈരേഖ നോക്കണ? വത്സേ, ശാന്തമായി സംസാരിക്കൂ. ഞാൻ പോവാ, നിങ്ങൾ കൈരേഖ നോക്കണ? എന്റെ ആങ്ങളയുണ്ട് സുകുമാരൻ, അവരെ ഞാൻ വിളിക്കാം. എന്നാ ആരെങ്കിലും വിളിക്ക്, എനക്ക് പോണം. സുകുമാര. ആരാന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. കൈ നോക്കി ഫലം പറയും. കൈ നീട്ടിയാൻ. സുകുമാര, നിന്റെ കൈയൊന്ന് നീട്ടി കൊടുത്തേക്കൂ. കൈരേഖ നോക്കാൻ വന്നതാ. ഉള്ളതേ പറയാൻ പാടുള്ളൂ, ഇല്ലാത്തത് പറയരുതേ. എല്ലാ കാര്യം മുഖത്ത് നോക്കി പറയും. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ പണ്ട് എനിക്കൊരു പ്രേമുണ്ടായിരുന്നേ, ആ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അവൾക്ക് ഫീസൊന്നും കൊടുക്കണ്ട, കഞ്ഞിയും പയറും മാത്രം കൊടുത്തേക്കൂ. അതിപ്പം കഞ്ഞിയും പയറും ബിരിയാണി ആയാലും ദോഷമില്ല. ഫീസ് 100 റുപ്യാണ്. ആകെ 100 രൂപ എൻ്റെ കയ്യിലുള്ളൂ. അത് തരാം, കൈ നോക്ക്. ഉള്ളതേ പറയാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പെണ്ണിന്റെ കാര്യം എനിക്കറിയണം. ഉള്ള കാര്യം തുറന്നു പറയാൻ മടിക്കരുതേ. ആ പെണ്ണ് ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോന്ന് എനിക്കൊന്നും അറിയണം. ഉള്ള കാര്യം തുറന്നു പറയാൻ മടിക്കരുതേ. എന്റെ ചേച്ചി, ആ പെണ്ണ് എന്നെ കാത്തിരിപ്പുണ്ടോന്ന് എനിക്കറിയണം. പെട്ടെന്ന് പറ. കൈ നിറയെ വരയും കുറിയാന്നല്ല കാണുന്നത്. അതൊക്കെ ഉണ്ടാവും. ഇരിക്കുന്ന കച്ചവടാന്നല്ല ഇതിൽ കാണുന്നത്. നിങ്ങൾ പറമ്പ് കച്ചവടം തുടങ്ങുന്നുണ്ടാ? ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാ, അതുകൊണ്ടാണ് കൈരേഖയിൽ ഇങ്ങനെ അതിര് വരുമ്പൊക്കെ കാണുന്നത്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? കണ്ണ് കെട്ടിയാ കണ്ണ് കെട്ടിയെന്നല്ലേ, അതുകൊണ്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ പ്രേമത്തിലൊക്കെ പെട്ടുപോയി. കണ്ണത്തും ദൂരത്ത് കാണാമറിയത്ത് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. ഈ കിളവി എന്താണ് ചേച്ചി ഇന്ന് പറയുന്നതെന്ന സംഭവം? അന്നതല്ലേ മറുകരയില് ഒരു പെണ്ണ് നിന്നെയും കാത്തിരിക്കുന്നുണ്ട് സുകുമാര. മറുകരയിൽ എന്നെയും കാത്തൊരു പെണ്ണാ? അതേത് പെണ്ണ്? സുകുമാര, നീ എന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ. അമ്മേ, ഒന്നിങ്ങ വന്നേ അമ്മേ. സുകുമാര, നീ അധികം അവരുടെ മുഖത്തും സൂക്ഷിച്ച് നോക്കണ്ട. ഞാനാണ് നിന്നും കാത്തിരിക്കുന്നത്. എന്നെ കാത്തിരിക്കുന്ന പെണ്ണ് നിങ്ങളാ? ഞാനാണ് ശ്രീദേവി, ഞാനാണ് നിന്നും കാത്തിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നെയും കാത്തിരിക്കാൻ? 5000 രൂപ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് 2 കൊല്ലായി. ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ. അതാണോ കാര്യം? ഞാൻ വിചാരിച്ചു എന്നെ കല്യാണം കഴിക്കാനായിരിക്കും. നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട സുകുമാര. കടം വാങ്ങിയ 5000 രൂപ എത്രയും വേഗം തിരിച്ചു കൊടുത്തേക്കൂ. ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നില്ലേ? ഇനി 1 മാസം കൂടി കാത്തിരിക്കൂ. എൻ്റെ പെൻഷൻ പൈസ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും. എന്തിനാടാ എന്നെ കൂട്ടാൻ പതിനി? അമ്മ, കഴിഞ്ഞ ദിവസം ആ നാരായണേട്ടന് പൈസ കടം കൊടുത്തിട്ടില്ലേ? അത് തിരിച്ചു വാങ്ങാൻ പോണം. ശരി തന്നെ. നമുക്ക് നാട്ടിൽ കണ്ട ആൾക്കാർക്കെല്ലാം പൈസ കടം കൊടുക്കും, അത് വാങ്ങാൻ നമ്മളിങ്ങനെ നടക്കണം. നല്ല കൈനോട്ടക്കാരി. അവൾ കടം കൊടുത്ത പൈസ മുഴുവനും അവൾക്ക് തിരിച്ചു കിട്ടട്ടെ. ഓം ഓം.